രാമനെന്ന് കേൾക്കുമ്പോൾ പിശാചുക്കൾക്കും ചെകുത്താന്മാർക്കും ദുർഭൂതങ്ങൾക്കൊന്നും അത്ര സുഖിക്കില്ല, ഇഷ്ടപ്പെടില്ല എന്ന് പലരും പറയുന്നതാണ്. ഇപ്പം അതാ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ രാമായണ മാസമാണല്ലോ, ഒരു സെമിനാർ മലയാളികളുടെ രാമായണ കാലങ്ങൾ എന്ന ഒരു സെമിനാർ നടക്കുകയാണ്. അവിടെ SFI കുട്ടികൾ ഇരച്ചെത്തുകയാണ്. എന്നിട്ട് പറയുന്നു, കാട്ടിലേക്ക് സീതയെ അയച്ച രാമനാണോ മര്യാദ പുരുഷോത്തമൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ ഒരു പ്രതിഷേധം തീർക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം ചോദിച്ചതുപോലെ രാമൻ എന്ന് കേൾക്കുമ്പോൾ ഡെവിൾസിന് കുരുപൊട്ടും അല്ലേ സാർ? ശ്രീരാമൻ എന്ന് കേൾക്കുമ്പോൾ ഞാൻ രാമൻ്റെ കൂടെ ശ്രീയും കൂടെ ചേർക്കണം. ശ്രീരാമൻ എന്ന് കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു ജനാധിപത്യവാദിയാണെങ്കിൽ ഒരു സ്വന്തം സ്ഥാനം പോലും നഷ്ടപ്പെടുത്താൻ വേണ്ടെന്ന് വയ്ക്കാൻ ഉള്ള സന്മനസ്, അല്ല ഔന്നത്യം, മനസ്സിൻ്റെ ഔന്നത്യം കാണിച്ച രാമൻ നമ്മൾ വിലയിരുത്താൻ മാത്രം നമ്മളായിട്ടുണ്ടോ, അതും പ്രത്യേകിച്ച് SFI പിള്ളേർ വിലയിരുത്താറായിട്ടുണ്ടോ എന്ന് കണ്ടറിയണം. കാരണം രാമൻ ചെയ്ത് വെച്ച് സീതയെ കാട്ടിലേക്ക് അയച്ചു എന്നുള്ളതാണ് പറയുന്നത്. PP ദിവ്യ ചെയ്തതെന്നതാ. ഇവിടെ തന്നെ ഇഷ്ടം പോലെ ദിവസവും SFIക്കാർ പിള്ളേർ ഇഷ്ടം പോലെ സ്ത്രീകളെ കാട്ടിലേക്ക് അയക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കുക. കോളയും തലമുടിക്കുത്തിന് പിടിക്കുകയാണ്, വലിക്കുകയാണ് റഹീമിനെ പോലുള്ളവർ. അവരാണ് രാമൻ എന്നോ സീത ഉണ്ടായിരുന്നെന്ന് പോലും നമുക്കറിയില്ല, രാമൻ ഉണ്ടായിരുന്നെന്നും അറിയില്ല. ആ രാമൻ്റെ പേരിൽ ബഹളം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ കോമാളിത്തരത്തിന് അപ്പുറം ഒരു വാല്യൂ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അറിയില്ല, ഇവിടെ കോളേജുകളിലെ SFI കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, പെൺപിള്ളേരോട് എന്താണ് ചെയ്യുന്നത്, അധ്യാപകരോട് എന്താണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് പോരെ ഈ നാരി മുദ്രാവാക്യത്തിന് പോകാൻ. അല്ല അതിനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ. ഇപ്പോൾ ഇതിന് ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ എന്താ ഉണ്ടായിരിക്കുന്നത്? ഈ മുദ്രാവാക്യം വിളിക്കാൻ ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ വിഭജനത്തിന് അനുകൂലമായ ഓഗസ്റ്റ് 14 വിഭജന ഭീതി, ഒരു പ്രത്യേക വാക്കാണ് BJP വിഭജന ഭീതി ദിനമായിട്ട് ആചരിക്കണം. പക്ഷേ അതിനെ കൗണ്ടർ ചെയ്യണമെങ്കിൽ, വിഭജനത്തെ കൗണ്ടർ ചെയ്യണമെങ്കിൽ യോജിപ്പ് കൊണ്ട് കൗണ്ടർ ചെയ്യാൻ പറ്റുള്ളൂ. വിഭജനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് കൗണ്ടർ ചെയ്യാൻ പറ്റുള്ളൂ. യോജിപ്പ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ അത്. അപ്പോൾ വിഭജനത്തിൻ്റെ ഭീതിപ്പെടുത്തുന്ന ഓർമ്മകളാണ്, നീ മറക്കാൻ പാടില്ല. ആരാ ശത്രു കൂടെ? ആ ഭീതി പരത്തുന്ന ആരാ? ഇവരുടെ വ്യാഖ്യാനത്തിൽ ആ സ്പീഡ് പരത്തുന്നത് മുസ്ലിംസാണ്, ന്യൂനപക്ഷങ്ങളാണ് ഭീതി പരത്തുന്നത്. നമ്മൾ ആ ഭീതിയെ വീണ്ടും ആളിക്കത്തിക്കാൻ നോക്കുകയാണ്, നമ്മുടെ മനസ്സിനുള്ള ഭീതി. ഇപ്പം കഴിഞ്ഞ ഒരു കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവൻ ഭയത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ചാണ് ഭരണാധികാരി അവരുടെ കാര്യങ്ങൾ നടത്താൻ നോക്കുന്നത്. ഇപ്പോൾ കോവിഡ് വരുമ്പോൾ അത് വന്നത് തൊട്ടടുത്ത് വന്നിട്ട് ഇപ്പോൾ വരും, നിനക്കും വരും, നീ സൂക്ഷിച്ചോ, നീ ഇത്ര രൂപ മരുന്ന് മേടിച്ചോ, നീ മാസ്ക് മേടിച്ചോ, ഈ തരത്തിൽ ആൾക്കാരെ ഭയപ്പെടുത്തുകയാണ്. കോവിഡ് കൊണ്ട് തന്നെ അപകടമുണ്ട്, നീ കഴിയുന്നത് സൂക്ഷിക്കണം എന്ന് പറയുകയല്ല ചെയ്യുന്നത്. അതിൻ്റെ മരണത്തിൻ്റെ കണക്കാണ് പറയുന്നത്. മത്സരിച്ച് ശൈലജ ടീച്ചറും പിണറായി വിജയനും 6 മണിക്ക് കോവിഡിൻ്റെ മരണത്തിൻ്റെ കണക്ക് പറയാൻ മത്സരിക്കുകയായിരുന്നു. മരണം വിറ്റ് ജീവിക്കാൻ നോക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധികളാണ് രാമനെ പറ്റി പറഞ്ഞത്. പിന്നെ ഇത് പറയാൻ അല്ല, ഇപ്പോൾ ഇവർ ചോദിക്കും, എന്താണ് ഈ രാമനിൽ എന്തെന്നാണ് ഇത്രമാത്രം ക്വാളിറ്റി എന്താണുള്ളത് രാമന്? അധികാരം വേണ്ടെന്ന് വെച്ചാൽ SFI പിള്ളേർക്ക് അത് അറിയാൻ പാടില്ലായിരിക്കും. അതുകൊണ്ട് അധികാരം വേണ്ടെന്ന് വെച്ചതിന് ഏറ്റവും വലിയ ക്വാളിറ്റി അധികാരം വേണ്ടെന്ന് വെച്ചാൽ അതായത് പട്ടാഭിഷേകത്തിൻ്റെ അപ്പോഴാണ് പറയുന്നത് എന്ന് പറയുന്ന അമ്മ പറഞ്ഞു, ഞാൻ വേറൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, എൻ്റെ മകനെ രാജാവാക്കാം, ഭരതനെ രാജാവാക്കാം എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ശ്രീരാമൻ ഒരു മടിയും പറയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. പക്ഷെ പിശാചുക്കൾക്ക് അധികാരമോഹികളാണല്ലോ, സ്വാർത്ഥ താല്പര്യക്കാരാണല്ലോ. അതിവരും അതാന്നേ, ഈ SFIക്കാരും അതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാമൻ രാമൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിനേക്കാളൊക്കെ മഹത്വമുള്ള കാര്യം, ഇന്നത്തെ പല ഭരണാധികാരികളും ലജ്ജിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഭരതനെ ഉപദേശിക്കുന്നുണ്ട് പോകുന്നതിന് മുമ്പ്. ഇവിടെയുള്ള നിരീശ്വരവാദികൾക്ക്, ഈശ്വരവിശ്വാസം ഇല്ലാത്തവരെയും നീ സംരക്ഷിക്കണം എന്ന് രാമൻ പറയുന്നത്, എന്ന് രാമൻ ഭരതനെ ഉപദേശിച്ചിട്ടാണ് പോകുന്നത്. അല്ല, അങ്ങനെ പറയാൻ ആർക്കാ സാധിക്കുക? അങ്ങനെ ഇന്നാരെങ്കിലും പറയുമോ? ഇന്ന് ഏതെങ്കിലും ഇപ്പോൾ മഹാരാഷ്ട്ര പോയി ചെന്നിട്ട് SFI കയറായിട്ട് മുദ്രാവാക്യം വിളിച്ചാൽ അവനെ തല്ലി കൊള്ളാമെന്ന് പറയും. അതായത് രാമൻ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അടിമയായിരുന്നില്ല, ആയിരുന്നു. പ്രജകളുടെ താല്പര്യമായിരുന്നു രാമന് മുമ്പിൽ. ഇപ്പം നിങ്ങൾ ഇതുപോലെ പഠിച്ചേ? അതെ, ഞാനിവിടെ കാക്കനാട് പഠിച്ചത്. മഹാരാഷ്ട്രയിലാണ് പഠിച്ചിരുന്നെങ്കിൽ അവിടെ നിങ്ങൾക്ക് SFI കയറായിട്ട് മുദ്രാവാക്യം വിളിക്കാനോ ഒരു പ്രസംഗം പ്രസംഗിക്കാനോ പറ്റുമോ? എന്ത് സംഭവിക്കും? ആ SFI പിള്ളേർ സ്വന്തം ഈശ്വര വിശ്വാസികളല്ലാത്തവരെ പോലും സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ
ആ രാമനെ നമ്മൾ ബഹുമാനിക്കേണ്ട വേണ്ടിയോ? പക്ഷേ മോഡിയൊക്കെ കൊണ്ടുനടന്ന് ആ രാമനെ ഈശ്വര വിശ്വാസത്തിൻ്റെ ചട്ടക്കൂട്ടിലേക്ക് കൊണ്ടുവരാൻ നോക്കുകയാണ്. പിന്നെയും രാമൻ അപകടം വേറെ ഉണ്ടാക്കുന്നുണ്ട്. ഇവരും യഥാർത്ഥ രാമൻ എന്ന് പറയുന്നത് സാങ്കല്പികമാണ്, അല്ലെങ്കിലും ഇല്ലെങ്കിലും ഒരു ധർമ്മത്തിൻ്റെ സങ്കല്പമാണ്. അത് BJPയുടെ നരേറ്റീവിലേക്ക് ഈ രാമനെ ചുരുക്കിക്കൊണ്ടിരുമ്പോൾ അവിടെ ആ ധർമ്മത്തിൻ്റെ അംശം ഇല്ലാതാവും. അതുകൊണ്ടാണ് ആകുന്നുണ്ട്. അതാണ് അവർ ചെയ്യുന്ന തെറ്റ്. അത് അവർ നടത്തിക്കോട്ടെ, അത് അതിനെ വിശദീകരിക്കാൻ ഇപ്പുറത്തുള്ളവർക്ക് പറ്റിയേ പോരെ. പക്ഷെ ഇതൊരു തരത്തിൽ ഒരു എല്ലാവരും വിശിഷ്ടമായിട്ട് കാണുന്ന ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം. അതിലെ ഇതിനെയൊക്കെ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ആക്ഷേപിക്കില്ല. പക്ഷേ ആക്ഷേപിക്കല്ല വേണ്ടത്, വിമർശിക്കാം. ആക്ഷേപവും വിമർശനവും രണ്ടാണ്. വിമർശിക്കുന്നതിന് കുഴപ്പമില്ല. രാമൻ തന്നെ പറയുന്നില്ലേ, എന്നെ വിമർശിക്കുക. രാമനെ അംഗീകരിക്കുന്നവരാണ് ആര്? നിരീശ്വരവാദികൾ. ഒരു ദൈവത്തെ അംഗീകരിക്കുന്നില്ല. അവരെ പോലും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാത്ത എന്താ ഇവർക്ക്? ഇപ്പം നമുക്കിപ്പം കണ്ടു, ഇപ്പോൾ വേടൻ നമുക്കറിയാലോ, എന്താണ്, എനിക്ക് രാമനെ അറിയില്ല, രാവണനെ മാത്രമേ അറിയൂ എന്ന് വേടൻ പറഞ്ഞിട്ടുണ്ടായി. നമുക്കറിയാം വേടൻ എങ്ങനെയാണ് അതിക്രൂരമായ രീതിയിൽ പല സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ അടിച്ച് എന്താണ് ബ്ലീഡിങ് വരുന്നത് വരെ കാണുന്ന രീതിയിൽ അത്രക്കും ക്രൂരമായ രീതിയിലാണ് ഒരു യുവ ഡോക്ടറെ പീഡിപ്പിച്ചത്. ഇപ്പൊ പുള്ളിയെ കാണാനില്ല, എവിടെയാണെന്ന് അപ്രത്യക്ഷനായിരിക്കുകയാണ് രാമൻ. അപ്പോൾ ഈ വേടൻ എന്ന് പറയുന്നത്, അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ ആരാധിക്കുന്നത് രാവണനെയാണ്. അല്ല, ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാന മുഖം, അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്ന മനുഷ്യസ്നേഹം തന്നെയാണ്. രാവണൻ മനുഷ്യസ്നേഹിയായിരുന്നു, അത് മറക്കരുത്. രാമൻ ഏതെങ്കിലും പാവം പിടിച്ചാൽ വെട്ടിക്കൊന്നായിട്ട് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? വേടം പറയുന്ന പോലല്ല രാവണൻ. രാമൻ കൊന്നിട്ടുണ്ടോ? രാവണൻ കൊന്നിട്ടുണ്ടോ? അവർ തമ്മിൽ യുദ്ധം വന്നു. ഇപ്പം ഇവിടെ കൊച്ചി രാജാവും തിരുവിതാംകൂറും തമ്മിലും കൊച്ചി രാജാവും സാമൂതിരി തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ കൊന്നിട്ടുണ്ട്. ഇപ്പോൾ രാവണനും ഒരു വംശമല്ല, ഒരു കുലം എന്നുള്ള മാത്രം കൂട്ടിയാൽ മതി. രാമൻ വേറൊരു വംശത്തിൽപ്പെട്ട. അങ്ങ് പറഞ്ഞു വരുന്നത് ഏതൊരു അധികാരിയും മാതൃകയാക്കേണ്ട ഒരാളാണ് രാമൻ. രാമൻ്റെ ജീവിതം മാതൃകയാക്കേണ്ട ആൾ തന്നെയാണ്. രാമൻ്റെ ജീവിതം മാതൃകയാക്കേണ്ടതാണ്. പക്ഷേ അതിന് നമുക്ക് ഭയമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയിത്തീരാൻ ഇപ്പം എൻ്റെ മനസ്സിലുള്ള സംശയം, മുഗൾ ഭരണകാലം നൂറ്റാണ്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പല രാജ്യങ്ങളും, ഭൂരിഭാഗം ഇന്ത്യയുടെ പല ഭാഗങ്ങളും അവരുടെ കസ്റ്റഡിയിലായിരുന്നു. ക്രിസ്തുമതം അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി അല്ല ബ്രിട്ടൻ ലോക പൗമ്പറായിരിക്കുമ്പം ഇന്ത്യ അടക്കി പിരിച്ചതാണ്. എന്നിട്ടും ഇപ്പോഴും 80% ഹിന്ദുക്കൾ ഇന്ത്യയിലുണ്ട് എന്ന് പറഞ്ഞാൽ RSSൻ്റെ മുടുക്കൊണ്ടാണോ? മോഡിയുടെ മുടുക്കൊണ്ടാണോ? BJPയുടെ? അന്ന് BJP RSS ഒന്നുമില്ല. എന്നിട്ടും ഈ 80% ഹിന്ദുക്കൾ എന്തേ ജീവിക്കുന്നു? ആ യോജിപ്പ് എങ്ങനെ ഉണ്ടായി? ആ മഹത്തായ സംസ്കാരത്തിൻ്റെ പ്രത്യേകതയാണ്. നിങ്ങളുടെ ഒരു ചെറിയ കാര്യം പറയാം. നിങ്ങൾക്ക് ലോകത്തെ ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്ത് ഒരു ഭരണാധികാരിയുടെ പേര് പറയാമോ? അല്ലെ അറിയപ്പെടുന്ന ഒരു സ്ത്രീയുടെ പേര് പറയാമോ? പാകിസ്ഥാനും ബംഗ്ലാദേശും ഒഴിച്ച് അറിയപ്പെടുന്ന സ്ത്രീയുടെ പേര് പറയാം. എന്നെ പറ്റാത്ത? അല്ല, അതിപ്പോ എന്താണ്, ഇവിടെ ഈ നാട്ടിലടക്കം സ്റ്റേജിൽ സ്ത്രീയെ കയറ്റാത്ത, അവിടെ അറിയപ്പെടുന്ന ഏതെങ്കിലും സ്പോർട്സിൻ്റെ രംഗത്ത്, സാഹിത്യത്തിൻ്റെ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് അറിയപ്പെടുന്ന ഒരു സ്ത്രീയുടെ പേര് പറയാനുണ്ടോ? ഒരു മുസ്ലിം രാജ്യത്ത് പറയാനുണ്ടോ? കൃഷിയിടമാണെന്നാണ് പലരും പറയുന്നത്. ഈജിപ്തിലോ സിറിയയിലോ എവിടെയെങ്കിലും, ടർക്കിയിലോ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാൽ മറിച്ച് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ആലോചിച്ചാൽ അവിടെ ഉണ്ടോ? അവിടെ ഉണ്ടാവാന്നില്ല. ഉണ്ടല്ലോ. ബനാസിർ ഭുട്ടാര, ഖാലിദാസിയാര, ഇവരൊക്കെ സ്ത്രീകളല്ലേ. 2-3 പ്രാവശ്യം ഇവരൊക്കെ പ്രധാനമന്ത്രി വരെ ആയില്ലേ? പാകിസ്ഥാനിലും ബംഗ്ലാദേശിനെ സഹായിച്ചതിൻ്റെ കാര്യമില്ല. പാകിസ്ഥാനും ബംഗ്ലാദേശും എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് ഇന്ത്യ. അവിടെ വിഭജനമല്ല വേണ്ടത്. പാർട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ഇന്ത്യയിലെ സംസ്കാരം, ഹിന്ദു സംസ്കാരമല്ല, ഇന്ത്യയുടെ ജീവിത രീതിയും സംസ്കാരവും ആര് കടമെടുത്തു? ആര് സ്വാധീനിച്ചു? അവരെ സ്വാധീനിച്ചു. അല്ല, അവരുടെ സംസ്കാരമായിരുന്നു. അവിടെയും ഒരേ സംസ്കാരമായിരുന്നു. ജീവിത രീതി ഒന്നായിരുന്നു. അല്ല, ഒരേ മതം എന്നല്ല ഞാൻ പറയുന്നത്. ജീവിത രീതി ഒന്നായിരുന്നു, ജീവിത ശൈലി ഒന്നായിരുന്നു, ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടൊന്നായിരുന്നു. അവിടെയാണ് നമ്മൾ ഭിന്നതയും വിഭജനമായിട്ട് വീണ്ടും വരുന്നത്. അതാണ് ഇപ്പോൾ BJP ചെയ്യുന്ന ദ്രോഹം. അതിനെ എതിർക്കാൻ CPM പറ്റില്ല. CPM അതിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. CPM ഹിറ്റ്ലറിൻ്റെ കൂടെ പോയവരല്ലേ? അത്യാവശ്യം വന്നപ്പോൾ ഹിറ്റ്ലറിൻ്റെ കൂടെ പോയി. അവരെന്നിട്ടും രാമനെ എതിർത്തിട്ട് വല്ല കാര്യമുള്ളൂ. ഇതാണ് സംഭവിക്കുന്നത്. ഈ കാപട്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് പറ്റിയെങ്കിൽ മാത്രമേ ഒരു സ്ട്രോങ് ഇന്ത്യ ഉണ്ടാവുള്ളൂ. അല്ലേ, ഇതിലിപ്പോൾ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയാവണം എന്നൊരു വെസ്റ്റേൺ തോട്ട് അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കോടതികളടക്കം ഉദ്ധരിക്കാറുണ്ട്.
പക്ഷെ അതേപോലെ രാമന്റെ ഭാര്യ സംശയത്തിന് അതീതയാവണം എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല, മറ്റേതിനെ അംഗീകരിക്കാം. ഇത് രണ്ടും ഏതാണ്ട് ഒന്ന് തന്നെയല്ലേ? അല്ല, അതിൻ്റെ അകത്ത് നാളെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സൗകര്യം കിട്ടുമെങ്കിൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇടതുപക്ഷ സമീപനത്തിലെ കോൺട്രഡിക്ഷൻസ്, വൈരുദ്ധ്യങ്ങൾ. ഇവർ പുറമേ പറയും, പ്രവൃത്തി വേറെയാണ്. അത് ഒത്തിരി ഉണ്ട്. ഇടതുപക്ഷം മാത്രമല്ല, ഒത്തിരി കാര്യങ്ങളുള്ളതുണ്ട്. അത് വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. സീസറിൻ്റെ ഭാര്യ സംശയാതീതമായിരിക്കണം എന്ന് എല്ലാവരും പറയും. പക്ഷെ അങ്ങനെ അല്ലല്ലോ. ഓരോരുത്തരും അവനവൻ്റെ താല്പര്യത്തിനുണ്ടല്ലേ വിധി പറയുന്നത്. രാഹുൽ കേസ് വന്നപ്പോൾ പിണറായി വിജയൻ സംശയത്തിന് അതീതരാണെന്ന് ആരെങ്കിലും പറഞ്ഞു? അതിന് സീസറിൻ്റെ ഭാര്യയല്ല, ഭാര്യയുടെ ഭർത്താവും ഇവിടെ ചെയ്യുന്ന കമലയുടെ ഭർത്താവും കൂടെ സംശയത്തിന് അതീതമാണെന്ന് ആരും പറഞ്ഞില്ലല്ലോ. അങ്ങനെ ആലോചിച്ചാൽ മതി. തീർച്ചയായിട്ടും. എന്തായാലും രാമനായി തീരുക അല്ലെങ്കിൽ സെൽഫ്ലെസ് ആയി തീരുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ആവാൻ വലിയ പ്രയാസമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ചില ചെകുത്താന്മാർ അതിന് രാമൻ കൊടുക്കേണ്ടി വന്ന വിലയെന്ന് ആലോചിച്ച് നോക്കി. അതെ, രാമൻ ശ്രീരാമൻ എന്ന് കേൾക്കുമ്പോൾ കുരു പൊട്ടും എന്നതൊരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ്. കാരണം അവർക്ക് അതിനെ ചാലഞ്ച് ചെയ്യാനില്ല. അവരുടെ മാർഗ്ഗങ്ങളില്ല, മോഡലുകളിലൊന്നുമില്ല. ഈ 10-18 ജീപ്പിൻ്റെ അകമ്പോടിയോടെയും വലിയ ബെൻസ് ബസ്സിൽ രാജ്യം മുഴുവൻ നടക്കുന്ന രാമനല്ല ഇന്നിവിടെ ഉള്ളത്. അത്ര ഓർക്കുക. രാവണനുമല്ല. രാവണന് സത്യസന്ധതയുണ്ട്.